ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 248. നമ്മളിപ്പോൾ 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശീതകി ബ്രാഹ്മണോപനിഷത്താണ് നോക്കുന്നത്. അതിൽ രണ്ടാമത്തെ അധ്യായം 1 രണ്ടാമത്തെ മന്ത്രത്തിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ഒരാൾക്ക് വിരക്തി വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് വേണം? അല്ലെങ്കിൽ ഭൗതിക ലോകം മടുക്കുന്നു, ഇത് മിഥ്യയാണെന്ന് മനസ്സിലാക്കുന്നു, ഇത് കാര്യമൊന്നുമില്ല, ഇത് പുനർജന്മത്തിലേക്ക് വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. ഇത് ജനന മരണം, ജീവിതം എന്ന് പറയുന്നത്, ഭൗതിക ജീവിതം എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ്. അതിലൊരിക്കലും നമ്മൾ ഉദ്ദേശിച്ച സുഖം ശാശ്വതമായ സുഖം കിട്ടാൻ പോകുന്നില്ല. എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും തന്നെയാണ്. എപ്പോഴെങ്കിലും ഒരു ചെറിയ സുഖം കിട്ടും. ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഇനി ആ ജനന മരണം എന്ന പ്രക്രിയയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകാനും പറ്റില്ല. നമ്മളെ ജനിപ്പിക്കുന്നത് ഓരോ കർമ്മം ചെയ്യണം. ആ കർമ്മം ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ബ്രഹ്മത്തിൽ, എവിടെ നിന്നാണോ വന്നത്, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മത്തിലേക്ക് തിരിച്ചു പോകാം, ആ നിർഗുണമായ അവസ്ഥയിൽ. പിന്നെ ഒരു ശാശ്വതമായ ഒരു, നമ്മളിപ്പം ഗാഠനിദ്രയിലൊരു സുഖമില്ലേ, അതുപോലെയുള്ളൊരു സുഖം എന്ന് ധരിച്ചാൽ മതി, ഞാനെന്ന ചിന്തയൊന്നും ഇല്ലാതെ. അതാണ് സന്യാസത്തിലേക്ക്, അതിലേക്കുള്ള വഴിയാണ് സന്യാസം. അത് ആർക്കാണ് പറഞ്ഞിരിക്കുന്നത്? ജീവിതത്തിലെ കർമ്മം തീർന്നവർക്ക്. ഇനിയുള്ള ജന്മങ്ങളിലും കർമ്മം തീരുമ്പോഴും നമുക്ക് വിരക്തി വരും, നമുക്ക് ഇത് മടുപ്പ് തോന്നും, അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇനിയുള്ള ജന്മങ്ങളിലും കർമ്മങ്ങളില്ലെങ്കിലേ അതുണ്ടാവുകയുള്ളൂ, അല്ലാതെ നമ്മൾ വിചാരിച്ചതൊന്നും നടക്കുന്നതല്ല. അങ്ങനെ വല്ലവർക്കും ആ വിരക്തി വന്നാൽ അവരതിനെ പറ്റിയൊരു ഗുരുവിനെ സമീപിച്ചിട്ട് ഗുരുവിൽ നിന്ന് അഭിപ്രായം ചോദിക്കണം, അവർ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇവിടെ ഈ ഉപനിഷത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗുരു ചോദിക്കേണ്ട ചോദ്യം ചോദിക്കുകയാണ്. നീ ആരാണ് എന്നാണ് ആ വരുന്നവനോട് ചോദിക്കേണ്ടത്. നീ ആരാണ്? അപ്പം ഞാൻ ആരാണ് എന്ന ചിന്തയുള്ളവന് മാത്രമേ, അതിനെപ്പറ്റി അല്പമെങ്കിലും ചിന്തിച്ചവന് മാത്രമേ ഇതിലേക്ക് പോകാനുള്ള അർഹതയുള്ളൂ. അതേസമയം അതിൻ്റെ ഉത്തരം ഞാൻ പ്രമോദാണ്, ഞാൻ ഇന്നാളുടെ മോനാണ് എന്നെല്ലാം പറയുകയാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥാനത്തിരിക്കുകയാണെന്നെല്ലാം പറയുകയാണെങ്കിൽ, നീ എന്നാൽ പിന്നെ ആ ജോലി നോക്കുമെന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടുകയെ ഗുരു ചെയ്യേണ്ടതുള്ളൂ. അല്ല, നിനക്ക് സമയമായിട്ടില്ല, നീ പോ. അപ്പോൾ പറയുന്ന ആ ഉത്തരത്തിന് നോക്കിയിട്ട് വേണം അദ്ദേഹത്തിന് ബ്രഹ്മതത്വം ഉപദേശിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ ഗുരു അവനോട് ചോദിക്കേണ്ടത് നീ ആരാണ്. സാധാരണ നിലയിൽ നമ്മളോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയും? ഞാൻ പ്രമോദാണ്, ഞാൻ ഇന്ന ജോലിയായിരുന്നു പണ്ട്, ഇപ്പോൾ റിട്ടയറാണ്, ഇപ്പം ഇങ്ങനെ കുറച്ച് പരിപാടിയെല്ലാം ആയിട്ട് നടക്കുകയാണ്. ആ ശരി, അപ്പം നീ ആ പരിപാടിയായിട്ട് നടക്കുമെന്ന് പറയും ഗുരു. അല്ലെങ്കിൽ ചിലവർ പറയും, ഞാൻ മറ്റേ ഇന്നടത്തെല്ലാം ചേർന്നിട്ട് ആത്മീയ ഗുരുവായി മാറിയിരിക്കുകയാണ്, എൻ്റെ പേര് ABCDEFG ക്ലിക്ക് എന്നെല്ലാമായിട്ട് കുറേ പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ പേര്. കാരണം ആത്മീയത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രമോദ് ഇങ്ങനത്തെ പേരൊന്നും ശരിയാവില്ല, പിന്നെ ആർക്കും പിടിച്ചാൽ കിട്ടാതെ മാതിരി. ഇപ്പം നമുക്ക് മാത്രമൊന്നുമില്ല, പലവർക്കും ഇതെല്ലാം തന്നെയാണ് അവന്മാരുടെ പേര്. അങ്ങ് പേരിലങ്ങ് മാറ്റം വരുത്തി കളിക്കും. ഇതും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാലും ആത്മീയ ഗുരു എന്ന് പറയണം, ആ നീ പിന്നെ ആ പേരുമായിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങ് പോകും എന്ന് പറയും. പിന്നെ എന്താണ് പറയേണ്ടത്? അതും പറയേണ്ടത് ഇവിടെ ഈ ഉപനിഷത്ത് പറഞ്ഞാണ്. അപ്പം ഗുരു പറയണം, നീ ആര് എന്ന ചോദ്യത്തിന് ശിഷ്യൻ ഇങ്ങനെ ഉത്തരം കൊടുക്കണം. ശിഷ്യൻ ഇങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. അത് പഠിച്ച് ബൈഹാർട്ടാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ട ഉത്തരമല്ല. ഒരാൾ
ബ്രഹ്മജ്ഞാനത്തിന് അല്ലെ ബ്രഹ്മതത്വം മനസ്സിലാക്കാൻ യോഗ്യനാണെങ്കിൽ അവൻ പറയുന്ന ഉത്തരം ഈ തരത്തിലായിരിക്കും. എന്താണ് പറയുക? ഈ ദേവന്മാര്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളും, ഗ്രഹങ്ങളാണ് ഇവിടെ ദേവന്മാർ. ഗ്രഹങ്ങളുടെ പ്രേരണ കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്, ഓരോ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി. എങ്ങനെയാണ്? 15 ഞാനെന്നത് യഥാർത്ഥത്തിൽ പ്രമോദല്ല. ആരാണത്? 15 കലകളോട് കൂടിയതും ശുക്ല കൃഷ്ണ പക്ഷങ്ങൾക്ക് കാരണമായതും. ഇപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ കൃഷ്ണപക്ഷം ശുക്ലപക്ഷം ഇങ്ങനെ 2 പക്ഷങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്വാളിറ്റീസുള്ള ജീവനാണ് നമുക്ക്, ജീവാത്മാവാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് ഒരാളുടെ ജാതകവും അതിനകത്ത് ജനിച്ചത് ശുക്ലപക്ഷത്തിൽ അല്ലെങ്കിൽ കൃഷ്ണപക്ഷത്തിൽ, ഇന്ന തിഥിയിൽ, ഇന്ന കരണത്തിൽ എന്നല്ല എഴുതി വെക്കും. അപ്പം അതിനനുസരിച്ച് പിതൃലോകം നൽകുന്നവനായ, അപ്പം എങ്ങനെയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്? പിതൃലോകത്തിന് അർഹനായിക്കൊണ്ട്. അപ്പം ജനിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യണം, കർമ്മം തീരുമ്പോൾ മരിക്കുമ്പോൾ പിന്നെ പിതൃലോകം, പിന്നെ തിരിച്ചിട്ട് ആദ്യം ഭൂമിയിലേക്ക് വരും, മരിച്ചു കഴിയുമ്പോൾ പിന്നെയും പിതൃലോകം. ആ 2 മരണത്തിനും ജനനത്തിനും ഇടക്ക്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനിക്കുന്നതിൻ്റെ ഇടക്കുള്ള ആ സ്ഥലത്ത്, ആ സമയത്തിനാണ് പിതൃലോകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥ നമുക്ക് അറിയില്ല, ഏതോ അങ്ങനെ ഒരവസ്ഥയിൽ കിടക്കുകയാണ്, പിന്നെ ആദ്യം തിരിച്ചു വരികയാണ്. അല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ടില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പോയി ബ്രഹ്മത്തിൽ ലയിച്ചു, തിരിച്ചു വരേണ്ട ആവശ്യം ഇല്ല. എല്ലാത്തവർക്ക് കുറച്ച് കാലം ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പോൾ ചില സ്ഥാപനത്തിൽ ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്, ജോലിക്ക് ആളെ എടുക്കും 1 വർഷത്തേക്ക്. 1 വർഷം കഴിയുമ്പോൾ ഓടുമെന്ന് പറയും, നമ്മൾ വിളിക്കുക കുറച്ച് കഴിഞ്ഞിട്ട്, കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ ആദ്യം വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പീരീഡ് ഉണ്ടല്ലോ. അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനിക്കുന്ന വേറെ ജോലി ചെയ്യാനാണ്. അപ്പോൾ ആ ജോലി വരുമ്പോഴേ ജനിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അത്രയുള്ള കാലം അങ്ങ് കറങ്ങി അടിച്ച് കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ കാലഘട്ടത്തിന് പിതൃലോകം എന്ന് പറയാം. ആ പിതൃലോകം നൽകുന്നവനും എന്ന് പറയുമ്പോൾ എനിക്ക് വിധിച്ചിരിക്കുന്ന ജനനവും മരണവും, വിഭിന്ന ഭോഗങ്ങൾ നൽകുന്നവനും. അങ്ങനെ ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് വിഭിന്ന ഭോഗങ്ങളാണ് നൽകുക, ഭോഗസുഖങ്ങൾ. പട്ടിയായിട്ട് ജനിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പട്ടികൾ ചോറെല്ലാം ഇറച്ചിയെല്ലാം വേവിച്ച് തന്നെ കൊടുക്കണം, പണ്ട് അങ്ങനെയായിരുന്നില്ല. പൂച്ചയാണെങ്കിൽ പിന്നെ മത്സ്യത്തിൻ്റെ തല അത് ഇതെല്ലാം തിന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പൂച്ച അതൊന്നും തിന്നില്ല. അത് നല്ല കറി വെച്ച് കഴിഞ്ഞാൽ മുളകെല്ലാം പിടിച്ചെങ്കിലേ അത് തിന്നുള്ളൂ. അല്ലെങ്കിൽ പണ്ട് എലീനെ പിടിച്ച് തിന്നുമായിരുന്നു. ഇപ്പോഴത്തെ അതൊന്നും പറ്റില്ല. ഇപ്പോൾ എലീനെ പിടിക്കണ്ടെങ്കിൽ എലീനെ നമ്മൾ പിടിച്ചിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ഫ്രൈ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം തിന്നുമായിരിക്കും. അപ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കോരോ ഭോഗങ്ങൾ, വിഭിന്ന ഭോഗങ്ങൾ നൽകുന്നവനും ആയ ചന്ദ്രൻ്റെ സമീപത്ത് നിന്നും, ഇപ്പം ചന്ദ്രൻ്റെ സമീപത്ത് നിന്നാണ് ഈ ജീവജാലങ്ങൾക്ക് എല്ലാം ജനിക്കുകയും മരിക്കുകയും ഓരോ തരത്തിൽ ജനിക്കും. അപ്പോൾ അതിൻ്റേതായ സുഖഭോഗങ്ങൾ കിട്ടും. ആ തരത്തിൽ ഉണ്ടായ ശ്രദ്ധ, സോമൻ, വർഷം, അന്നം കൊണ്ടാണ് ഈ ശരീരമെല്ലാം ഉണ്ടാകുന്നത് എന്നിവയുടെ പ്രഭയോടെ വീര്യത്തിൽ നിന്നും പരിവർത്തനം ചെയ്തവരുമായ ജീവൻ, അങ്ങനെ ആ ലക്ഷ്യത്തിന് വേണ്ടി ആ കാലചക്രം പരിവർത്തനം ചെയ്തെടുത്ത എൻ്റെ ഈ ജീവൻ, അപ്പം ഞാനെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു ജീവനുണ്ട്, ഒരു ജീവാത്മാവുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെയെല്ലാം ജനന മരണ ചക്രത്തിൽ കിടന്ന് അധ്വാനിക്കാനെല്ലാം വേണ്ടിയിട്ടാണ്. ഞാൻ ഇതുവരെ ഇവിടെ പല ജന്മങ്ങൾ എടുത്തവനാണ്, അതെനിക്കറിയാം. പക്ഷേ ഇന്നുള്ള എല്ലാവർക്കും അതറിയില്ല, പുനർജന്മമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ ഇവന്, ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവൻ ഇത്രയെങ്കിലും മനസ്സിലാക്കണം. നമ്മളിങ്ങനെ ജനിച്ച് മരിച്ച് കേൾക്കുകയാണ്. ഇങ്ങനെ പോയാൽ സമാധാനമൊന്നും കിട്ടൂല, എപ്പോഴും ദുഃഖമായിരിക്കും. ഇതെല്ലാം മനസ്സിലാക്കിയവനാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ജീവൻ, അങ്ങനെയുള്ള ഒരു ജീവനാണ് ഞാൻ. ഉൾപ്പെടെയുള്ള എൻ്റേതായ എന്നെ
ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ജീവാത്മാവായ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങ് ആ ശക്തിവിശേഷം ദേവന്മാരെല്ലാം കൂടിയിട്ട് സംയോഗ കാമ്യം മുഖേന, സംഭോഗ കാമ്യം മുഖേന പുരുഷനിൽ സ്ഥാപിച്ചു. സംഭോഗം ചെയ്യാനുള്ള കാമത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുരുഷന്റെ ജനിതക ഘടനയിൽ എന്നെ കൊണ്ടുപോയിട്ടങ്ങ് സ്ഥാപിച്ചു. ഞാൻ ആരാണെന്ന് പറയുകയാണ്. ഇങ്ങനെ പല ജന്മങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി അടയ്ക്ക് നടക്കുമ്പോൾ ഒരു ദിവസം ഒരു പുരുഷന്റെ ബീജത്തിലേക്ക് എന്നെ കൊണ്ടങ്ങ് സ്ഥാപിച്ചു. ആര്? ഈ ദേവതകളെല്ലാം കൂടിയിട്ട്, ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ ആ പുരുഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ധാരണം ചെയ്യിക്കുകയും ചെയ്തു. പിന്നെ എന്നെ കൊണ്ടുപോയിട്ട് ആ പുരുഷൻ ആ ബീജത്തെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കൊണ്ടുപോയി ധാരണം ചെയ്തിട്ട് ഉണ്ടായവനാണ് ഈ ഞാൻ. എന്നിട്ടോ ഏറെ കാലമായി അജ്ഞാനത്താൽ മിഥ്യാജ്ഞാനവും. അപ്പം കുറേ കാലമായിട്ട് അജ്ഞാനം കൊണ്ട് ജ്ഞാനത്തോടു കൂടിയാണ് ഞാൻ കഴിഞ്ഞത്. മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മതത്വം മനസ്സിലായിട്ടില്ല, പരാസയൻസ് മനസ്സിലായിട്ടില്ല. അപരാ സയൻസ്, മോഡേൺ സയൻസ്, ഭൗതിക സയൻസാണ് മനസ്സിലാക്കിയിരുന്നത്. അത് അതിവിദ്യയാണ്, മിഥ്യാജ്ഞാനമാണ്. അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ എവിടെയല്ലോ കറങ്ങി അടിച്ച് നടക്കുകയായിരുന്നു. എങ്ങനെ? പ്രാപഞ്ചിക ഭ്രമത്തിൽപ്പെട്ട് ഈ പ്രപഞ്ചത്തിനോട് കണ്ടിട്ട് അതിൽ ആകൃഷ്ടരായിട്ട്, പ്രപഞ്ചത്തിലെ സുഖഭോഗങ്ങളെല്ലാം കണ്ടിട്ട് അതിൽ ആകൃഷ്ടരായിട്ട് അവിദ്യ നേടിക്കൊണ്ട്, അല്ലെങ്കിൽ മോഡേൺ സയൻസ് പഠിച്ചുകൊണ്ട് സുഖത്തിൻ്റെ പിന്നാലെ ഞാൻ ഭ്രമിച്ചും വികാരങ്ങൾ കടിമപ്പെട്ടും എന്നിവയാലും ബ്രഹ്മജ്ഞാന വിഷയത്തിൽ അറിവൊന്നും ഇല്ലാത്തവനായിട്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിലെനിക്ക് വിരക്തി വന്നിട്ട് ഇപ്പോഴെനിക്ക് ആ ബ്രഹ്മജ്ഞാന വിധിയും കൂടി മനസ്സിലായി. അപ്പം കുറേ കാലം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടി, കുറേ ജന്മങ്ങൾ കഴിഞ്ഞുകൂടി എന്ന് തന്നെ പറഞ്ഞെങ്കിൽ പറയുന്നത്. അതിന് ശേഷം മനുഷ്യജന്മം കിട്ടുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ എനിക്ക് എന്തും കൂടി കിട്ടി? അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബ്രഹ്മജ്ഞാനത്തെ പറ്റിയുള്ള അറിവും കിട്ടി. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഈ ജീവിതം മാത്രമല്ല, വേറൊരു ജന്മമുണ്ട്. അത് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയാണ്, ഭൗതിക ലോകം വിട്ടിട്ടുള്ള ആത്മീയ വഴിയാണ്. അങ്ങനെ ഒരു ജ്ഞാനത്തെപ്പറ്റി എനിക്ക് അറിവ് കിട്ടി. അതായത് ഞാനെന്ന ഈ ജീവാത്മാവിന്, അവിടെ പേരൊന്നും ഇവിടെ എടുത്ത് പറയുന്നൊന്നുമില്ല, പേരിലൊന്നും പ്രശസ്തിയില്ല, ഇങ്ങനെ അങ്ങ് ജനിച്ചു പോവുകയാണ്. ഇന്നെനിക്ക് അങ്ങ് അമരത്വം കൈവരിക്കുവാൻ പോന്ന ബ്രഹ്മജ്ഞാനം ലഭിക്കുവാൻ ഉതകുന്ന ആരോഗ്യവും ദീർഘായുസ്സും നൽകുക. അതുകൊണ്ട് അങ്ങ് ആ ദൈവത്തോട്, ആ സൃഷ്ടി നടത്തിയ ശക്തിയോട് പറയുകയാണ്, എനിക്ക് അമരത്വം, ഇനിയുടെ എൻ്റെ ലക്ഷ്യം എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് അമരത്വം നേടണം. അതിനു വേണ്ടിയുള്ള, അത് കൈവരിക്കുവാൻ വേണ്ടിയുള്ള, ആ ബ്രഹ്മജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി ഉതകുന്ന ആരോഗ്യവും ദീർഘായുസ്സും നൽകണം. ആ ബ്രഹ്മജ്ഞാനം ലഭിക്കുവാൻ എന്തിനാ ആരോഗ്യവും ദീർഘായുസ്സും? ആ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നത് വരെ ജീവിച്ച് ആരോഗ്യം കിട്ടിയല്ലേ പറ്റും. മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. മരിച്ചാൽ പിന്നെ ഇതൊന്നും കിട്ടില്ല. മരിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ബ്രഹ്മജ്ഞാനം നേടിയിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കണം, എങ്കിലേ കാര്യം സാധിക്കുള്ളൂ. അല്ലാതെ അറിവ് കിട്ടിയോണ്ട് മാത്രമായില്ലല്ലോ. അത് പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്രഹ്മ സാക്ഷാത്കാരം നേടണം. എപ്പോൾ? മരിക്കുന്നതിന് മുമ്പിൽ. അപ്പോൾ ആദ്യം അത്യാവശ്യം എന്താണ്? അതിന് വേണ്ടുന്ന ആരോഗ്യവും ദീർഘായുസ്സും എനിക്ക് നൽകുക. കാരണം ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നതുവരെ ജീവിക്കേണ്ടതുണ്ട്. ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നതുവരെ ജീവിക്കണം. അതിലിടക്ക് മരിച്ചു പോയാൽ ഈ ജന്മത്തിൽ നടക്കില്ല, പിന്നെ ആദ്യം പുനർജനിക്കേണ്ടി വരും.
അപ്പം മരിക്കുന്നതിനെക്കാട്ടിയും മുമ്പ് തന്നെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയാൽ മാത്രമേ നമുക്കെന്തുള്ളൂ, അമരത്വം ലഭിക്കുകയുള്ളൂ. സത്യവും തപസ്യയും മൂലം ഞാൻ ഇന്ന് ഋതുമാകുന്നു. ഞാനിന്ന് ആ പാതയിലൂടെയാണ് അങ്ങയെ സമീപിച്ചിരിക്കുന്നത്. ആരെ? ഗുരുവിനെ. അങ്ങ് തന്നെയാണോ ഞാനെന്നും, അപ്പം അങ്ങ് തന്നെയാണോ ഞാനെന്നും, അങ്ങ് തന്നെയാണോ എന്ന് പറയുമ്പോൾ ഈ ഗുരു തന്നെയാണോ ഞാനെന്നും, യഥാർത്ഥത്തിൽ ഞാൻ തന്നെ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്നും അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അങ്ങ് തന്നെയാണോ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന തത്വം എല്ലാം ബ്രഹ്മമാണ്. അപ്പം ഈ ഗുരു തന്നെയാണ് ഞാൻ. അങ്ങ് തന്നെയാണോ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കിപ്പോഴും സംശയമുണ്ട്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. സംശയം തീരുമ്പോൾ പിന്നെ ആ ചോദ്യം ചോദിക്കില്ല. കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. ഈ ഗുരു അതും ബ്രഹ്മം തന്നെ. ഇവിടെ ഒരു പിച്ചക്കാരനുണ്ടല്ലോ, അതും ബ്രഹ്മം തന്നെ. ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇപ്പോൾ ആ ലക്ഷ്യത്തിലെത്തിയില്ല, ഒരു ചെറിയ സംശയമുള്ളത് കൊണ്ടാണ് ഗുരുവിൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് തന്നെയാണോ ഞാൻ, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അങ്ങ് പറഞ്ഞു തരണം. ഞാൻ ആരാണ് അങ്ങ് തന്നെ പറഞ്ഞു തരണം. അപ്പം ഞാൻ ആരാണെന്ന് പറഞ്ഞത് ഇതുവരെയുള്ള സംഭവമെല്ലാം വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് എന്നെ പല ജന്മങ്ങളായിട്ട് ഇങ്ങനെ ജനിപ്പിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവാത്മാവാണ് ഞാൻ. അത് ഈ ശരീരത്തിൽ ഇങ്ങനെ ഈ പിതാവിലൂട്ടിയെല്ലാം കയറി ഇറങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അജ്ഞതയിൽപ്പെട്ടുകൊണ്ട് കുറേ ഭൗതിക ജീവിതങ്ങൾ അങ്ങനെ ആസ്വദിച്ച് നടന്നു പല ജന്മങ്ങളിലൂടെ. ഇപ്പോൾ എനിക്ക് ബ്രഹ്മജ്ഞാനത്തെ പറ്റിയുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. എനിക്കതിന് താല്പര്യം ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങയെ സമീപിച്ചത്. അതുകൊണ്ട് ഞാൻ അങ്ങ് തന്നെയാണ്. അപ്പം അത്ര പോലും അറിവ് കിട്ടിയിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാം ബ്രഹ്മമാണെന്ന്, ഗുരുവും ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ്, കാണുന്ന എല്ലാം ബ്രഹ്മമാണെന്നുള്ള ഞാൻ അറിവ് പോലും എവിടെ നിന്നല്ലോ കേട്ടിട്ടുണ്ട്. പക്ഷേ ഗുരു പറഞ്ഞു കൊടുക്കണം, അതിനെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം. എന്താണ്? അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് പറഞ്ഞു തരിക. അപ്പം ചോദ്യം ഇങ്ങോട്ടാണ് ചോദിച്ചത്, നീ ആരാണ്? അതിനാണ് പറയുന്നത്. ഞാൻ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല ഉള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്രയും ലെവലിൽ ഞാൻ മനസ്സിലാക്കി. ഇനി ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന അവസ്ഥയിലേക്ക് ആ ഒരു കാര്യത്തിലാണ് സംശയമുള്ളത്. അതുകൊണ്ടാണ് അങ്ങ് തന്നെയാണോ ഞാൻ, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആ ലെവലിൽ പോലും ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ സ്ഥിതിക്ക് ഇവന് ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുന്നതിന്, ബ്രഹ്മതത്വം ഉപദേശിക്കുന്നതിന് തെറ്റില്ല. അപ്പോൾ അത്രയും ജ്ഞാനം തികഞ്ഞവന് മാത്രമേ ബ്രഹ്മതത്വം ഉപദേശിച്ചിട്ട് കാര്യമുള്ളൂ. അവൻ്റെ വാക്ക് കേട്ട് ഗുരു അവന് ഈ ലോകത്തിൽ ഉള്ള ഭയം നീക്കുവാൻ വേണ്ടി ഈ സംസാര ചക്രത്തിൽ അകപ്പെട്ടുകൊണ്ട് ഭയപ്പെട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഈ ജനിച്ചു മരിക്കുന്നവരെല്ലാം ഭയന്നുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഈ ഭയം മരണമെങ്കിൽ ഈ സംസാര ചക്രത്തിൽ നിന്ന് വേർപെട്ടിട്ട് ബ്രഹ്മമായി തീരണം. അതുകൊണ്ട് അവനെ സഹായിക്കുവാൻ വേണ്ടി ഗുരു എന്ത് ചെയ്തു? ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നു. അവനെ സംസാര ബന്ധനത്തിൽ നിന്നും വിടർത്തി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ലെവലിലെത്തിയതായതുകൊണ്ട് അവനത് ഉപദേശിച്ചു. അതവൻ മനസ്സിലാക്കി. അവൻ സംസാര ബന്ധനത്തിൽ നിന്നും അവനെ വേർപെടുത്തി സകല പാപങ്ങളിൽ നിന്നും മുക്തനാക്കി തീർത്തു. അപ്പോൾ അവന് ബ്രഹ്മസാക്ഷാത്കാരം തട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇനി ബാക്കി എൻ്റെ അടുത്തയിലേക്ക് കാണാം.